ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും ഫേസ് പാക്കിനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഫേസ് പാക്കിൽ നമുക്ക് ആകെപ്പാട് വേണ്ടത് ഒരു കഷ്ണം വെല്ലം, ഇത് പൊട്ടിച്ചപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ ആയതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പാല്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാം. അടിപൊളി റിസൾട്ടാണ്. എല്ലാത്തും നമ്മളിപ്പോൾ ലൈവ് റിസൾട്ടാണ് കേട്ടോ ഇടുന്നത്. തലയിൽ നോക്കേണ്ടത് തലയിലേക്കല്ലേ. തലയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയും കറ്റാർവാഴയും കുറച്ച് ഉപ്പിടാത്ത കഞ്ഞവെള്ളം കൂടി ഇട്ട് പൊത്തിച്ച കണ്ടാണ് കേട്ടോ. നല്ലതാണ്, ഏറ്റവും മുടിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. മഴയൊക്കെ പെയ്തിപ്പോൾ ആകെപ്പാട് നനഞ്ഞപ്പോൾ ഇനി കുളിച്ച് കയറാമെന്ന് വിചാരിച്ചത് കൂടിയിട്ട്. അപ്പോൾ ഫേസ് പാക്ക് ഇട്ടിട്ട് അതും കാണിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കൂടിയായിട്ട് അടിപൊളിയായിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തലയിലൊക്കെ തേച്ച് നല്ല മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. അടിപൊളി. ഞാൻ അതിൻ്റെ വീഡിയോ മുൻപിട്ടുണ്ട്. അത് കാരണം പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വെല്ലം ഇതിങ്ങനെ ചെയ്യിടുന്നത് പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാലിൽ കൈ മുറിയാതെ നോക്കിയോളോ ചെയ്യുമ്പോൾ. ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇത്ര സ്പീഡിൽ ചെയ്ത് പോകണം. ഇതെല്ലാം അത് റെഡിയാക്കിയതിന് ശേഷം മാത്രം മതി കേട്ടോ അടുപ്പ് കത്തിക്കൽ. ഇല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ. ഇതേപോലത്തെ പൊട്ട പാത്രങ്ങളിലൊക്കെ ചെയ്താൽ മതി കേട്ടോ. നല്ല പാത്രങ്ങളൊന്നും എടുക്കണ്ട. ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഇതൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഞാൻ തിളച്ചിട്ടുണ്ട്, ഫ്ലെയിം ചെറുതാക്കിയിട്ടുണ്ട്. ഒന്ന് കുറുകി വരട്ടെ. ഒന്നും കൂടി ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിളച്ച ചൂടോട് കൂടിയിട്ടൊന്നും ആരും മുഖത്തിടരുത്. ചൂടാറിയതിന് ശേഷം മുഖത്തിനും കൂടി ചെറുതായിട്ട് കട്ടിയും കൂടിയാവും. അപ്പോൾ നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും കേട്ടോ. സാധാരണ നമ്മൾ പാക്കൊക്കെ കഴുകി കളയുന്ന പോലെ 20 മിനിറ്റിന് ശേഷം പിന്നെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ അടിപൊളിയാവും. പെട്ടെന്നൊരു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ബ്യൂട്ടി പാർലറിലേക്കൊക്കെ ഓടാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി റിസൾട്ട് തരുന്നതാണ് കേട്ടോ. പഴയ പാത്രം എടുക്കാൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശം മനസ്സിലായി. അപ്പോൾ നമുക്ക് പരിചയമില്ലാണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ഭാഗമൊക്കെ കരിഞ്ഞ് പോവും. വീട്ടുകാരെന്ന് തല്ലും ഒന്നും മേടിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ പഴയ പാത്രങ്ങൾ ചോദിച്ചിട്ട് അതിലൊക്കെ ചെയ്താൽ മതിയിട്ട് അങ്ങനത്തെ പാക്കുകളൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പാക്ക് ചൂടാറി അത്യാവശ്യം കട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുഖത്തേക്ക് ഇടാൻ പറ്റിയത്. പിന്നെ പാലും വെല്ലം കൂടി ഇട്ടിട്ട് കുറുക്കിയിട്ട് മുഖത്തിടുന്നതിന് പകരം ആരും കഴിക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടാൻ പോവാട്ടോ. ഇടുമ്പോൾ കാണണമൊന്നുമില്ല അല്ലേ. തലയിലത്തെ പാക്ക് മഴക്കാലമായതുകൊണ്ട് നീരിറക്ക് വന്നവരൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ. കണ്ണിൻ്റെ അവിടെ നമ്മൾ എന്ത് പാക്കറ്റ് ആണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമുക്ക് കുറച്ച് കഴുത്തിലും കൂടിയും എന്ത് പാക്കറ്റ് ആയാലും ഇടണം. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പാക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ടൊക്കെ കാണിക്കും. പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഇടുമ്പോഴൊക്കെയാണ് നമുക്ക് മുഖത്തും എല്ലായിടത്തൊക്കെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ ക്ലിയറായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഏത് പാക്കിടായാലും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വെളുത്തിട്ട് പാറൊന്നുമില്ല. മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക.
പിന്നെ നമ്മുടെ ഈ കവളിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതൊക്കെ പാക്കൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഇവരെ ഇങ്ങോട്ട് കയറ്റി വെച്ചു തള്ളി കൊടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തൂങ്ങി വരും. ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ വീട് ഞാൻ പിന്നെ ഇടാം കേട്ടോ. അതിനല്ലാതെ ഒറ്റടിക്ക് ഇരുന്ന് കാണണ്ട എല്ലാവരും. അപ്പോൾ നമ്മുടെ പാക്ക് ഇട്ടിട്ട് 20-25 മിനിറ്റോളൊക്കെ ആയിട്ടോ. ലൈവ് റിസൾട്ടാണ് മക്കളെ, നോക്കാം കേട്ടോ. ഞാനൊന്ന് തുടയ്ക്കാൻ പോണേ ഉള്ളൂ. ഇത് നമുക്ക് വെല്ലം ഇത് ഇട്ടത് നമുക്ക് കാണാനായിട്ട് പറ്റണില്ലേ, വെറുതെ ഒരു ഗ്ലേസിങ് മാത്രമല്ലേ കാണണുള്ളൂ. വേണ്ട ഇപ്പം കാണില്ലേ, നല്ല ചൊകന്നായില്ലേ ഇപ്പോൾ, നല്ല സോഫ്റ്റൊക്കെ ആയിട്ടോ. അത് ബാക്കിയുള്ളതൊക്കെ ഞാൻ തുടച്ച് കുളിച്ച് റെഡിയായിട്ട് ഞാൻ ബാക്കി വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഉണ്ടോ, മുഖത്തിൻ്റെ മാറ്റം നല്ല പോലെ കാണുന്നുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സോഫ്റ്റൊക്കെ ആയി, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുളിയും നനയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ എല്ലാ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാനായാലും മറ്റുള്ളവരായാലും കുറേ ഫേസ് പാക്കുകളും ഹെയറിൻ്റെ ഒക്കെ നമ്മളിതിൽ വീഡിയോയിൽ യൂട്യൂബിൽ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുഖത്തേക്ക് പാക്ക് ഇടായാലും വല്ല ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ കുരുക്കളോ അങ്ങനെ വരൊക്കെ ആണെങ്കിൽ ഇടാതെ നോക്കിക്കോളോ. ആദ്യത്തെ ദിവസം തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വെളുക്കണം എന്ന് വെച്ചിട്ട് വീണ്ടും ചെയ്ത് നമുക്ക് ഇരട്ടി പണി കിട്ടും. പാക്ക് ഇടണ്ടെന്നൊന്നും പറയണില്ല, പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് പലർക്കും പല സ്കിന്നാണ്. ഇപ്പോൾ ഈ പാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് തൈര് ഉപയോഗിക്കാം, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേറെ ഏതെങ്കിലും പാക്കുകളൊക്കെ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. മഴക്കാലം ആയി, ഒരു പ്രാണികളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.